എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പം ടൈപ്പ് റൈറ്ററിൻ്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ടൈപ്പ് റൈറ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിനെ കുറിച്ചാണ് പറയേണ്ടത്. നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. നമ്മളെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിബണിനെ കുറിച്ചാണ്. റിബൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് റൈറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കറുപ്പ് നിറത്തിൽ ഒരു ഇങ്ങനെ ഇതിലാക്കിയിട്ട് അല്ലേ, ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ നീളത്തിൽ ഒരു സാധനം രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. രണ്ട് സൈഡിലായിട്ട്, കാരേജിൻ്റെ അടിയിലായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു റൗണ്ട് സാധനത്തിനുള്ളിൽ ഇങ്ങനെ ചുറ്റി രണ്ട് ഭാഗത്തായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെങ്ങനെ ഈ ടൈപ്പ് ഗൈഡിൻ്റെ ടൈപ്പ് കാരിയറിൻ്റെ ഒക്കെ ബാക്കിലാക്കിയിട്ട് ഇങ്ങനെ യു ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു റാ ഷേപ്പിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ആ റിബൺ അവിടെ പൊട്ടി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടൈപ്പിംഗ് നടക്കാതെക്കും അല്ലേ. അപ്പൊ ശരിക്കും റിബൺ എന്ന് പറഞ്ഞാൽ എന്താ? റിബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായി റിബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇംപ്രഷനിൽ, ആ കളറോട് കൂടി ആ ഇംപ്രഷൻ വരുന്നത് എന്താണ്? റിബൺ കൊണ്ടിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കാണുന്ന ഈ റിബൺ നമ്മൾ ടൈപ്പ് റൈറ്ററിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് രണ്ട് റൗണ്ട് ആയിട്ടുള്ള രണ്ട് ഭാഗത്താണ്. ഏകദേശം ഇപ്പം നമ്മളിങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടാവും, ഇങ്ങനെ ഒരു ഇതുണ്ടാവും അല്ലേ. കാരേജിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് ആണ് വരിക. അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ റിബൺ ചുറ്റിയിട്ടുണ്ടാവും. അതേപോലെ ഇവിടെയും എന്തുണ്ടാവും? ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു കണക്ഷനാണ് ഇങ്ങനെ വരിക അല്ലേ. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ആണ് നമ്മളെ ടൈപ്പ് ബാസ്ക്കറ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത്, ഓരോ ലെറ്റർ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിലാണ് വന്ന് ഈ ടൈപ്പ് ഫേസിലാണ് വന്ന് അടിക്കുക. ഈ ടൈപ്പ് ഫേസിൽ വന്ന് ഈ ടൈപ്പ് ഫേസ് വന്നിട്ട് ഈ റിബണിൽ വന്ന് തൊടുന്ന സമയത്ത് എന്താവും? നമ്മളെ പേപ്പറിൽ ആ ഇംപ്രഷൻ വരും. അല്ലെങ്കിൽ ആ ലെറ്റർ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു അക്കാണെങ്കിൽ 1 എന്നുള്ള ഒരു നമ്പറാണ് അടിച്ചെങ്കിൽ ആ നമ്പർ വരും. അല്ലെങ്കിൽ ഒരു B എന്നുള്ള ഒരു ലെറ്റർ ആണ് അടിച്ചിട്ടെങ്കിൽ ആ ലെറ്റർ ആ പേപ്പറിൽ നമുക്ക് വരും അല്ലേ. അപ്പം റിബണ് നമ്മൾ ഇങ്ങനെ നമുക്ക് ആ പേപ്പറിൽ ഇംപ്രഷൻ, ആ കളറോട് കൂടിയിട്ടുള്ള ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? റിബണ് ടൈപ്പ് റൈറ്ററിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റിബണിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, റിബൺ എങ്ങനത്തെ റിബൺ യൂസ് ചെയ്യണം, അതേപോലെ എല്ലാ റിബണും പറ്റുമോ, റിബണിന് എത്ര ലെങ്ത് വേണം, എത്ര വിഡ്ത്ത് വേണം എന്നൊക്കെ നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ പറയുന്ന റിബണിന്റെ ഏകദേശം റിബൺ എങ്ങനെയാണോ ടൈപ്പ് റൈറ്ററിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റിബൺ എങ്ങനെയാണ് നമ്മൾ ഇംപ്രഷൻ, അതായത് നമുക്കൊരു പേപ്പറിൽ ഇംപ്രഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് റിബണിന്റെ അവിടുത്തെ പ്രാധാന്യം എന്താണെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ റിബണിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പം റിബൺ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു രണ്ട് തരത്തിലുള്ള ഒരു റിബൺ ആണ് നമ്മൾ പറയാറ്. അതായത് റിബൺ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് റിബൺസ് ഉണ്ട്. ഏതൊക്കെ റിബണാണ്? റെക്കോർഡ് റിബണും കോപ്പിംഗ് റിബണും. ഏതൊക്കെയാണ്? റെക്കോർഡ് റിബൺസ് ആർ 2 ടൈപ്പ്, രണ്ട് ടൈപ്പിലുള്ള റിബൺസ് ഉണ്ട്. ഏതൊക്കെയാ? റെക്കോർഡ് റിബൺ, അതേപോലെ കോപ്പിംഗ് റിബൺ. റെക്കോർഡ് റിബണും കോപ്പിംഗ് റിബണും. അപ്പം റിബൺസ് എന്ന് പറഞ്ഞാൽ, റിബൺ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടന്റെയോ സിൽക്കിന്റെയോ മെറ്റീരിയൽ ആണ് ഒരു റിബൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിബൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോട്ടൺ ഓർ സിൽക്ക്, അല്ലെങ്കിൽ സിൽക്ക് കൊണ്ടോ കോട്ടൺ കൊണ്ടോ ഉണ്ടാക്കിയ ഒരു സാധനമാണ് റിബൺ എന്ന് പറയുന്നത്. സാധാരണ ടൈപ്പ് റൈറ്ററിൽ രണ്ട് ടൈപ്പ് റിബൺസ് ആണ് യൂസ് ചെയ്യുക. ഏതൊക്കെയാണത്? റെക്കോർഡ് റിബണും കോപ്പിംഗ് റിബണും. അപ്പം ഈ റെക്കോർഡ് റിബണും കോപ്പിംഗ് റിബണും എല്ലാ ടൈപ്പ് റൈറ്ററിലും യൂസ് ചെയ്യില്ല. ഓരോന്നും യൂസ് ചെയ്യുന്നതിന് ഓരോ യൂസേജ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോന്ന് യൂസ് ചെയ്യുന്നത് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് റെക്കോർഡ് റിബൺ എന്തിനാണെന്നുള്ളതാണ്. അപ്പം റെക്കോർഡ് റിബൺ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക കോപ്പിംഗ് പർപ്പസിനാണ്. എന്തിനാണ് യൂസ് ചെയ്യുക? കോപ്പി ചെയ്യാൻ, കോപ്പിംഗ് പർപ്പസിനാണ് റെക്കോർഡ് റിബൺ
ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളോട് മാറിപ്പോവരുത്. 2 ടൈപ്പ് റിബൺ, റെക്കോർഡ് റിബൺ ഉണ്ട്, കോപ്പിംഗ് റിബൺ ഉണ്ട്. പെട്ടെന്ന് കോപ്പിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന റിബൺ ഏതാന്ന് ചോദിക്കുമ്പം നേരിട്ട് പേരുകളിൽ സാമ്യം തോന്നുന്ന ഈ കോപ്പിംഗ് റിബൺ ആയിരിക്കും. അപ്പം അത് കയറി എഴുതരുത്. കോപ്പിംഗ് പർപ്പസിന് ഉപയോഗിക്കുക ഏതാണ്? ഈ റെക്കോർഡ് റിബൺ ആണ്. ഇനി കോപ്പിംഗ് റിബൺ ഉപയോഗിക്കുക സാധാരണ ഉള്ള ഓർഡിനറി പർപ്പസിനാണ്. സാധാരണ ഉള്ള പർപ്പസുകൾക്കൊക്കെയാണ് ഏത്? നമുക്ക് ഓർഡിനറി പർപ്പസ് എന്ന് എഴുതാം. സാധാരണ ഉള്ള അതായത് ഓർഡിനറി പർപ്പസിനാണ് എന്ത്? കോപ്പിംഗ് റിബണ് ഉപയോഗിക്കുക. അപ്പൊ 2 ടൈപ്പ് റിബൺസ്, റെക്കോർഡ് റിബണും കോപ്പിംഗ് റിബണും. റെക്കോർഡ് റിബൺ കോപ്പിംഗ് പർപ്പസിനും, കോപ്പിംഗ് റിബൺ ഓർഡിനറി പർപ്പസിനും. ഇനി റിബൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? റിബൺ ഉണ്ടാക്കിയിട്ടുള്ളത് കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക്. കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക്. റിബൺ നിർമ്മിച്ചിട്ടുള്ളത് കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക് കൊണ്ടാണ് റിബൺ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഈ റിബൺ നമ്മൾ ഉപയോഗിക്കുന്ന ഈ റിബണ് ഇപ്പം ഞാൻ പറഞ്ഞു 2 ഭാഗത്തായിട്ട് ഇങ്ങനെ 2 ഭാഗത്തായിട്ട് ചുറ്റിയിട്ടുള്ളതാണ്. ആ ചുറ്റുന്ന എവിടെയാണോ ചുറ്റുന്നത് അതിനൊക്കെ ഓരോ പേരുകളുണ്ട്. നമുക്കിപ്പം വഴിയെ പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞു കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക് കൊണ്ടാണ് ഈ റിബൺ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അതേപോലെ ഓരോ റിബൺ ഉണ്ടാക്കുന്നതിനും ഇത്ര അളവ് ഉണ്ടെന്നുണ്ട്. അല്ലാതെ നമുക്ക് തോന്നിയ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അളവുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിബണ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ടൈപ്പ് റൈറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു റിബണ് ഇത്ര ലെങ്ത് അല്ലെ ഇത്ര വിഡ്ത്ത് ഉണ്ടെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളോട് എക്സാമിന് ചോദിക്കാറുമുണ്ട്. അപ്പൊ നമുക്കതിന്റെ ഒരു റിബണിന്റെ ലെങ്ത് എത്രയാണ്, അതേപോലെ വിഡ്ത്ത് എത്രയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ലെങ്ത് ആണ് പറയുന്നത്. ഒരു ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുന്ന റിബണിന്റെ ലെങ്ത് ഏകദേശം 10 മീറ്റർ ആയിരിക്കും. ഏകദേശം അല്ല, കൃത്യമായിട്ട് തന്നെ എത്ര ഉണ്ടാവും? 10 മീറ്റർ ആയിരിക്കും ഒരു ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുന്ന റിബണിന്റെ ലെങ്ത്. 10 മീറ്റർ ചിലപ്പോൾ എക്സാമിന് അത് മറ്റൊരു യൂണിറ്റ് ആയ യാർഡിൽ ചോദിക്കുകയാണെങ്കിൽ 12 യാർഡാണ് വരിക. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ വിഡ്ത്ത് ആണ് പറയുന്നത്. നീളം നമ്മൾ പറഞ്ഞു 10 മീറ്റർ ആണെന്ന്. അതേപോലെ വീതി ഉണ്ടാവൂലേ, വിഡ്ത്ത് ഏകദേശം എത്ര ഉണ്ടാവും? വിഡ്ത്ത് എന്ന് പറയുന്നത് 13 മില്ലിമീറ്റർ ആണ്. എത്രയാണ്? 13 മില്ലിമീറ്റർ ആണ് എന്തുണ്ടാവുക? വിഡ്ത്ത്. 13 മില്ലിമീറ്റർ ഇഞ്ചിൽ പറയുമ്പം ഏകദേശം എത്ര ഉണ്ടാവും? 13 മില്ലിമീറ്റർ ഇഞ്ചിൽ 1/2 ഇഞ്ച് ഉണ്ടാവും. അര ഇഞ്ച് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഞാൻ ബ്രാക്കറ്റിലിട്ട ഈ അളവ് കൂടി പഠിക്കണേ, കാരണം എക്സാമിന് ഇതാണ് വരുന്നതെങ്കിൽ കൺഫ്യൂഷൻ അടിക്കും. അപ്പം റിബണിന്റെ നീളവും വിഡ്ത്തും ആണ് നമ്മൾ പറഞ്ഞത്. റിബണിന് 10 മീറ്റർ ലെങ്ത്തും അതേപോലെ 13 മില്ലിമീറ്റർ വിഡ്ത്തും ഉണ്ടാവും. ഇനി റിബണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റിബൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു, റിബണിന്റെ ലെങ്ത്തും വിഡ്ത്തും പറഞ്ഞു, എത്ര ടൈപ്പ് റിബൺസ് ഉണ്ടെന്നും പറഞ്ഞു. ഇനി റിബണ് ഒരു കളറിൽ മാത്രമാണോ ടൈപ്പ് റൈറ്ററിൽ യൂസ് ചെയ്യുക? നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവുക ബ്ലാക്ക് കളറിൽ യൂസ് ചെയ്യുന്ന റിബൺ ആയിരിക്കും അല്ലെ. ഏകദേശം റിബണ് ഇങ്ങനെ ഉണ്ടാവും, ഇത്ര വിഡ്ത്തും ഇത്ര ലെങ്ത്തും ഒക്കെ ഉള്ള ഏകദേശം ഇങ്ങനെ ഒരു രൂപത്തിലായിരിക്കും റിബൺ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ഈ ഷാഫ്റ്റ് എന്നാണ് ഇതിനെ പറയുക. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിയിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും. ഇതൊന്നും ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നിന്നുള്ള ഈ ഷിഫ്റ്റ് എന്നുള്ള ഇങ്ങനെ ഈ റിബൺ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇവിടേക്ക് പോയി ഇവിടെ ഒഴിഞ്ഞ് ഇവിടെ എത്തും. പിന്നെ ഇവിടുന്ന് റിവേഴ്സ് അടിച്ചിട്ട് ഇവിടുന്ന് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരും. അങ്ങനെ 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 പോവുകയാണ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് അടുത്തത് റിബണ് വേറെ കളറിലുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റിബണ് ഏകദേശം ഏത് കളറിലായിരിക്കും? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് കളറിലുള്ള ഇതാണ് നമുക്ക് പേപ്പറിൽ വരാറ്?
നമ്മൾ യൂസ് ചെയ്യുന്ന റിബണിന്റെ കളറിനനുസരിച്ചല്ലേ നമ്മൾ ടൈപ്പ് റൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പേപ്പറിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുക എപ്പോഴും ഒരു ബ്ലാക്ക് കളറിലുള്ളതല്ലേ സാധാരണ നമ്മൾ പ്രിന്റ് ചെയ്ത് ടൈപ്പ് റൈറ്ററിൽ നിന്ന് കിട്ടാറ് അല്ലെ. ഇനി ടൈപ്പ് റൈറ്ററിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റിബൺ ഏതായിരിക്കും? ബ്ലാക്ക് കളറായിരിക്കും. 2 കളറുള്ള റിബണും നമ്മൾ ഉപയോഗിക്കലുണ്ട്. ആ 2 കളറുള്ള റിബൺ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ 2 കളറുള്ള റിബണിനെ നമ്മൾ എന്ത് പറയും? ബൈ കളർ റിബൺ എന്ന് പറയും. 2 കളറുള്ള റിബണിനെ നമ്മൾ എന്താണ് പറയാ? ബൈ കളർ റിബൺ. രണ്ട് കളറുള്ള റിബണിനെ നമ്മൾ എന്ത് പറയും? ബൈ കളർ റിബൺ. ബൈ എന്ന് പറഞ്ഞാൽ എന്താ? 2 അല്ലേ. അപ്പം ബൈ കളർ റിബൺ എന്നാണ് 2 കളറുള്ള റിബണിനെ നമ്മൾ പറയാം. ഇനി ഈ 2 കളറിൽ സാധാരണ 2 കളറായിട്ട് വരിക, ഒന്ന് റെഡും ബ്ലാക്കും ആയിരിക്കും. ഇതൊക്കെയാണ് റെഡും ബ്ലാക്കും ആയിരിക്കും. ഞാൻ ഇതിവിടെ പറയാൻ കാരണം ഒരു പ്രാവശ്യം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൈ കളർ റിബണിൽ റെഡ് കളറിന്റെ പൊസിഷൻ എവിടെയാണ്, അതായത് നമ്മൾ പ്രിന്റ് ചെയ്ത് കിട്ടുമ്പം റെഡ് കളർ എവിടെയാ വരികയെന്ന്. റെഡ് കളർ ബോട്ടത്തിലാണ് വരിക. അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണം. ഞാൻ ഈ ബൈ കളർ റിബൺ എന്താന്ന് പറയാൻ കാരണം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ടാണ്. അപ്പം 2 കളറുള്ള റിബണിനെയാണ് നമ്മൾ ബൈ കളർ റിബൺ എന്ന് പറയാ. റെഡും ബ്ലാക്കുമാണ് ബൈ കളർ റിബണിൽ സാധാരണ ഉണ്ടാവാറ്. അതിൽ റെഡ് ഉണ്ടാവുക ബോട്ടത്തിലാണ്, അതായത് റിബണിന്റെ ബോട്ടത്തിലാണ് ഏതുണ്ടാവുക? റെഡ് കളർ ഉണ്ടാവുക, മുകളില് ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു ഈ ബൈ കളർ റിബൺ ഉണ്ട് എന്ന് അല്ലെ. ഇനി ഈ ബൈ കളർ റിബൺ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ 2 കളറും റെഡും ബ്ലാക്കും ഉണ്ടല്ലോ, ഈ 2 കളറും ഒരു ഇംപ്രഷനിൽ തന്നെ വരികയാണെന്ന് വെച്ചോളൂ. അതായത് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോന്നു. അപ്പൊ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ പ്രിന്റ് പേപ്പറിൽ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തതുണ്ട്. അപ്പൊ ടൈപ്പ് ചെയ്തപ്പം ഞാൻ ഇപ്പോൾ ഒറ്റൊരു ഇംപ്രഷൻ എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഞാൻ എ എന്നുള്ള ഒരു ലെറ്ററാണ് എനിക്ക് ഇംപ്രഷനായി വന്നത്. ഞാൻ ആ എ എന്നുള്ള ലെറ്ററാണ് അടിച്ചത്. ഈ എ എന്ന് പറഞ്ഞ ലെറ്ററിന്റെ ബ്ലാക്ക് കളറും അതേപോലെ റെഡ് കളറും കൂടെ ഒരുമിച്ച് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഈ ഒരു ലെറ്ററിൽ തന്നെ 2 കളറും മിക്സ് ചെയ്ത് വരുന്നതിനെ നമ്മൾ ഒരു പേര് വിളിക്കും. ആ പേരാണ് എന്ത്? ബ്ലീഡിങ്. ബ്ലീഡിങ് അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഇംപ്രഷനിൽ തന്നെ 2 കളറും കൂടിച്ചേരുന്നതിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ അങ്ങനെ ആവുന്നതിനെ എന്താ നമ്മൾ പറയുക? ബ്ലീഡിങ് എന്നാണ് പറയും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിരുന്നു വാട്ട് ഈസ് ബ്ലീഡിങ് എന്നുള്ളത്. അപ്പം അതും നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പം ഇവിടുന്ന് ഈ ബൈ കളർ റിബണിനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് റെഡ് കളറിന്റെ റിബണിലെ പൊസിഷൻ എവിടെയായിരുന്നു എന്നും അതേപോലെ എന്താണ് ബ്ലീഡിങ് എന്നുള്ളതും. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ റിബണിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നമ്മള് റിബണ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്ത് പറഞ്ഞു? എത്ര ടൈപ്പ് റിബൺസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ റിബണിന്റെ ഏകദേശം ഒരു മൂവ്മെന്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമ്മൾ പറയുന്നത് റിബണിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ റിബണിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്ത് എത്ര ടൈപ്പ് ഉണ്ടെന്ന്. സാധാരണ റിബൺ മൂവ്മെന്റ് 3 ടൈപ്പിലാണ് പറയുക. എത്ര ടൈപ്പിലാണ്? 3 ടൈപ്പിലാണ് റിബണിന്റെ മൂവ്മെന്റ് പറയുക. റിബൺ രണ്ട് ടൈപ്പ് റിബൺ ആണുള്ളത്. ഇനി റിബണിന്റെ മൂവ്മെന്റ് അടുത്ത നമ്മൾ പറയുന്നത് റിബണിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ്. റിബണിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ്. 3 ടൈപ്പ് മൂവ്മെന്റ് ആണ് ഉള്ളത്. എത്ര ടൈപ്പ് മൂവ്മെന്റ് ആണുള്ളത്? 3 ടൈപ്പ് മൂവ്മെന്റ് ആണുള്ളത്. ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. ഒന്ന് ഏതാണ്? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. ഒരു മൂവ്മെന്റ് ഏതാണ്? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. പിന്നെ അടുത്ത മൂവ്മെന്റ് ഏതാ? ലെങ്ത് വൈസ് മൂവ്മെന്റ്. അടുത്ത മൂവ്മെന്റ് ഏതാണ്? ലെങ്ത് വൈസ് മൂവ്മെന്റ്.
ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ഒന്ന് ലെങ്ത് വൈസ് മൂവ്മെന്റ്. ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, രണ്ട് ലെങ്ത് വൈസ് മൂവ്മെന്റ്. ഒരു മൂവ്മെന്റ് കൂടെ ഉണ്ട്. 3 ടൈപ്പാണ് റിബണിന്റെ മൂവ്മെന്റ് പറയാ. മൂന്നാമത്തെ ഓട്ടോമാറ്റിക് റിവൈസ് മൂവ്മെന്റ്. ഏതാണ്? ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. ഓക്കെ, അപ്പം ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, രണ്ട് ലെങ്ത് വൈസ് മൂവ്മെന്റ്, 3 ഓട്ടോമാറ്റിക് മൂവ്മെന്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് ലെങ്ത് വൈസ് മൂവ്മെന്റ് എന്ന് എങ്ങനെയാന്ന് നോക്കാം. ലെങ്ത് വൈസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യല്ലേ. ഇപ്പൊ ഇങ്ങനെ ഇവിടെയൊക്കെ ടൈപ്പ് ബാസ്കറ്റിൽ ഇങ്ങനെ ലെറ്റേഴ്സ് ഉണ്ടാവും അല്ലെ. നമ്മളിങ്ങനെ ഇവിടെ ഒന്ന് ടൈപ്പ് ഇതൊന്ന് അതായി, അതായത് ടൈപ്പ് ഫേസ് വന്നിട്ട് ഇവിടെ ഇല്ലേ റിബൺ ഉണ്ടാവുക രണ്ട് ഭാഗത്ത്. അപ്പൊ റിബണിൽ വന്നിട്ട് ഈ രണ്ട് പൂളില് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെയാണ് എന്തുണ്ടാവുക? ലെറ്റേഴ്സ് ഉണ്ടാവും. അത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ലെറ്റേഴ്സിന് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കി സ്ക്വയർ ഇട്ടാണ്. അപ്പൊ ഇത് വന്നിട്ട് ഓരോന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ തട്ടും അല്ലെ. ഇതിങ്ങനെ ലെങ്ത് വൈസ് ആയിട്ടല്ലേ പോകുന്നത്. ഇങ്ങനെ ലെങ്ത് വൈസ് ആയിട്ടുള്ള റിബണിലേക്ക് വരുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ലെങ്ത് വൈസ് മൂവ്മെന്റ് എന്ന് പറയാം. ഇനി അടുത്തത് രണ്ടാമത്തെ മൂവ്മെന്റ് ഏതാ? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഇതേപോലെ തന്നെ ഒന്നിങ്ങനെ വന്നു, പിന്നെ അടുത്ത് ഇവിടെ വന്നു, പിന്നെ ഒന്ന് താഴേക്ക് വന്നു, പിന്നെ വീണ്ടും ഒന്ന് വന്നു, അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ, അങ്ങനെ ത്രൂ ഔട്ട് ഉള്ള മൂവ്മെന്റ് തന്നെ. അത് തന്നെ എന്താ പറയാ? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് എന്ന് പറയും. ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉള്ളത് ഈ ഇങ്ങനെ ഇവിടെ നിറച്ചു ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളതായിരിക്കില്ലേ റിബണൊക്കെ ഇങ്ങനെ അങ്ങനെ 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 ഇവിടെ എത്തും. ഇവിടേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല, റിവേഴ്സ് വരുന്ന ഇതാണ് ഈ മൂവ്മെന്റിൽ വരിക. ഈ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റിൽ വരിക. അപ്പൊ 3 മൂവ്മെന്റ് ക്ലിയർ ആയില്ലേ? ഏതൊക്കെയാണ്? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ലെങ്ത് വൈസ് മൂവ്മെന്റ്, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. ഇനി റിബണിനെ നമ്മൾ ക്യാരി ചെയ്യുന്ന സ്ഥലം. റിബൺ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയല്ലേ. ഇതിപ്പം അല്ലെ, ഇങ്ങനെയല്ലേ റിബൺ? ഇതൊക്കെ റിബണാന്ന് വെച്ചോളൂ. റിബൺ ഇങ്ങനെ റിബൺ നിറച്ചിട്ടുണ്ട് അല്ലെ. ഈ സ്പൂളില് രണ്ട് സ്പൂളിലായിട്ട് ഇങ്ങനെ റിബൺ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടില്ല. ഇതാണ് റിബൺ അല്ലെ. ഈ റിബണിനെ ക്യാരി ചെയ്യുന്ന സ്ഥലം ഏതാ? റിബണിനെ ക്യാരി ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? റിബൺ കാരിയർ എന്ന് പറയാ. റിബണിനെ ക്യാരി ചെയ്യുന്ന ഭാഗമാണ് ഇത് റിബൺ കാരിയർ. അത് എളുപ്പല്ലേ ആലോചിക്കാൻ? ക്യാരി ചെയ്യുന്ന ആളെന്താ? കാരിയർ. അപ്പൊ റിബൺ ക്യാരി ചെയ്യുന്ന ആൾ ആരാണ്? റിബൺ കാരിയർ. റിബൺ ക്യാരി ചെയ്യുന്ന ആളാണ് ആര്? റിബൺ കാരിയർ. ഇനി റിബൺ കാരിയറിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. അതാണ് റിബൺ വൈബ്രേറ്റർ. എന്താണ്? റിബൺ വൈബ്രേറ്റർ. അതും കൂടി ഒന്ന് ഓർത്തു വെക്കണേ. റിബൺ കാരിയറിന്റെ മറ്റൊരു പേരാണ് ഇത് റിബൺ വൈബ്രേറ്റർ. അതായത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നോ എന്തെങ്കിലും ആലോചിച്ച് വെച്ചാൽ മതി. ഈ പേര് മറന്നു പോയരുത്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. റിബൺ കാരിയർ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഇതായിരിക്കും കുറച്ച് കൺഫ്യൂഷൻ ആവുക. അപ്പൊ നമ്മള് റിബൺ ക്യാരി ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. റിബൺ ക്യാരി ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? റിബൺ കാരിയർ അല്ലെ. റിബൺ ക്യാരി ചെയ്യുന്ന പാർട്ടാണ് ഇത് റിബൺ കാരിയർ. ഇനി റിബൺ കാരിയറിന്റെ മറ്റൊരു പേരെന്താണ്? റിബൺ വൈബ്രേറ്റർ. ഇനി റിബണിന്റെ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു അല്ലെ. റിബണിന് 3 ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ട്, ലെങ്ത് വൈസ് മൂവ്മെന്റ് ഉണ്ട്, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി റിബണിന്റെ ഈ മൂവ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എവിടെ വെച്ചിട്ട്? റിബണിന്റെ ഈ മൂവ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ റിബണിന്റെ ഈ മൂവ്മെന്റ് നമുക്ക് ഈ റിബൺ സ്പൂൾ ഷാഫ്റ്റിൽ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ റിബൺ സ്പൂൾ ഷാഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അവിടെ നിന്നൊന്നും കണ്ടുവന്നിട്ടില്ല. അപ്പം റിബണിന്റെ മൂവ്മെന്റ് നമുക്ക് എവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? റിബൺ സ്പൂൾ ഷാഫ്റ്റിൽ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഇനി 2 തരത്തിലുള്ള സ്പൂൾ ഷാഫ്റ്റും ഉണ്ട്. അതായത് മെയിൻ ഷാഫ്റ്റും അതേപോലെ തന്നെ അങ്ങനെ 2 സ്പൂൾ ഷാഫ്റ്റുകൾ ഉണ്ട്. ഇനി റിബണിന്റെ ഞാൻ പറഞ്ഞു റിബണിനെ ക്യാരി ചെയ്ത് വെക്കുന്നത് ഏതാണ്? റിബണിനെ ക്യാരി ചെയ്യുന്ന ആരാണ്? റിബൺ കാരിയർ അല്ലേ? അല്ലെ? റിബണിനെ ക്യാരി ചെയ്ത് വെക്കുന്നത് ആരാണ്? റിബൺ കാരിയർ ആണ് അല്ലെ? ഇനി റിബണിനെ ക്യാരി ചെയ്യുന്നത് റിബൺ കാരിയർ ആണ്. അപ്പൊ ഈ റിബൺ കാരിയറിനെ എവിടെയാണ്? റിബൺ കാരിയർ എവിടെയാണ് ശരിക്കും നിൽക്കുന്നത്? റിബൺ കാരിയർ നിൽക്കുന്നത് എവിടെയാണ്? ടൈപ്പ് ഗൈഡിന്റെ ബാക്കിലായിട്ടാണ് ഇത് വരിക, റിബൺ കാരിയർ വരിക. റിബൺ കാരിയർ ഫിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഗൈഡിന്റെ ബാക്കിലായിട്ടാണ് വരിക, പിൻഭാഗത്തായിട്ടാണ് റിബൺ കാരിയർ വരുന്നത്. റിബണിനെ ക്യാരി ചെയ്യുന്നത് റിബൺ കാരിയർ ആണ്. റിബൺ കാരിയറിനെ ഫിക്സ് ചെയ്തിട്ടുള്ള അല്ലെ റിബൺ കാരിയർ നിൽക്കുന്നത് എവിടെയാണ്? ടൈപ്പ് ഗൈഡിന്റെ ബാക്കിലാണ്. ഇനി ടൈപ്പ് ഗൈഡ് എവിടെയാ വെച്ചിട്ടുള്ളത്? അല്ലെ ടൈപ്പ് ഗൈഡ് എവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? സെഗ്മെന്റിന്റെ മുകളിലാണ്. ഓൺ ദ ടോപ്പ് ഓഫ് ദി സെഗ്മെന്റ് ആണ് വരിക. അപ്പൊ ടൈപ്പ് ഗൈഡ് എവിടെയാണ് വരിക? ടോപ്പ് ഓഫ് ദി സെഗ്മെന്റ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ റിബണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഇപ്പൊ ഈ റിബണിനെ ആര് വെക്കുന്നു? റിബൺ കാരിയർ ക്യാരി ചെയ്ത് വെക്കുന്നു. ആ റിബൺ കാരിയറിന് ഫിക്സ് ചെയ്തിട്ടുള്ള എവിടെയാണ്? ടൈപ്പ് ഗൈഡിന്റെ ബാക്കിൽ. ഇനി ഈ ടൈപ്പ് ഗൈഡ് എവിടെയാണ് നിൽക്കുന്നത്? സെഗ്മെന്റിന്റെ മുകളിൽ. അപ്പം ഒന്നിങ്ങനെ തൊട്ട് ഓരോന്നിനെയും ഇങ്ങനെ തൊട്ടായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ മൊത്തം പോവും. അതുകൊണ്ടാണ് ടൈപ്പ് റൈറ്ററിൽ ഈ ചെറിയ മൈന്യൂട്ടായി എന്തെങ്കിലും ഡാമേജ് പറ്റുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കാരണം എല്ലാ ഭാഗവും ഇങ്ങനെ തൊട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഒരു ഒന്നുണ്ടെങ്കിൽ ഒന്നിനോ അങ്ങനെ എല്ലാം അങ്ങോട്ടും എന്തെങ്കിലും ഒരു ചെറിയൊരു കണക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒന്നിന് ഒരു മിസ്റ്റേക്ക് വരുമ്പം തന്നെ എന്ത് ചെയ്യും? എല്ലാ ഭാഗത്തിനും അത് എഫക്ട് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമുക്ക് റിബണിനെ കുറിച്ചും ഇനി റിബണിന്റെ ഇതിനെ കുറിച്ചും എന്താ പറയാ, റിബൺ എത്ര ടൈപ്പ് ഉണ്ട്, റിബണിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ഞാൻ റിബണിന്റെ മൂവ്മെന്റ് ഒന്നും കൂടെ പറയാം സിമ്പിൾ ആയിട്ട്. അതായത് റിബൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു കീ നമ്മൾ പ്രസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് സിമ്പിളായി പറഞ്ഞാല് ഒരു കീ പ്രസ് ചെയ്തു. അപ്പം ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ടൈപ്പ് ഫേസ് വന്നിട്ട് ഈ റിബണിൽ വന്ന് തൊടും. അപ്പൊ ആ തൊടുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഈ കളറോട് കൂടിയിട്ടല്ലേ റിബൺ കിടക്കുന്നത്. അപ്പൊ അത് വന്നിട്ട് ഇംപ്രഷൻ ആയിട്ട് പേപ്പറിൽ വരും. ഇത്ര നിങ്ങൾ ആലോചിച്ചാൽ മതി എങ്ങനെയാണ് റിബൺ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ബാക്കി ആ റിബണിന്റെ ടൈപ്പുകളും എത്ര ടൈപ്പ് ഉണ്ട്, അതേപോലെ അതിന്റെ മൂവ്മെന്റ് എങ്ങനെ, ഏതൊക്കെ രീതിയിലാണ് മൂവ്മെന്റ് വരുന്നത്, അതേപോലെ റിബണിന് എത്ര ലെങ്ത് എത്ര വിഡ്ത്ത് വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക. പിന്നെ ഓരോന്നും ഫിക്സ് ചെയ്ത് വെച്ചതൊന്ന് നിങ്ങൾ എടുത്ത് പഠിക്കണം. അതായത് റിബൺ എവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഇനി റിബൺ ഫിക്സ് ചെയ്യുന്ന റിബൺ കാരിയർ എവിടെയാണുള്ളത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പൊ അത് ലൊക്കേറ്റ് ചെയ്തത് പറയും എങ്ങനെയാ? ടൈപ്പ് ഗൈഡിന്റെ ബാക്കിലാണ്. അപ്പൊ ടൈപ്പ് ഗൈഡ് എവിടെയാണ്? സെഗ്മെന്റിന്റെ മുകളിലാണ്. ഇനി ഇതിങ്ങനെ മാല പോലെ ഇങ്ങനെ താഴോട്ട് വരും കേട്ടോ. സെഗ്മെന്റ് എവിടെയാണ് ഫിറ്റ് ചെയ്ത് വരുമ്പോൾ അത് അടുത്ത് വരും. പിന്നെ അത് അടുത്ത എവിടെയാണ് ഫിറ്റ് ചെയ്ത് അങ്ങനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ആയിട്ട് തന്നെ കിടക്കും. ഇനി അടുത്തത് നമ്മള് റിബണിനെ കുറിച്ച് പറഞ്ഞു. ഇനി റിബണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് സ്കെയിലിനെ കുറിച്ച് പറയാം. ടൈപ്പ് റൈറ്ററിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കെയില്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം പറയാറില്ലേ, ഇത്ര സ്കെയിൽ കണക്കാക്കി ചെയ്യണം, കാരിയർ സ്കെയിലിനെ നോക്കണം, അലൈൻമെന്റ് സ്കെയിലിനെ നോക്കണം എന്നൊക്കെ. അപ്പൊ നമുക്കിനി സ്കെയിലിനെ കുറിച്ച് പറയാം. അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്? സ്കെയില്. സ്കെയിൽസ് എന്ന് കൊടുക്കാൻ കാരണം 2-3 ഉണ്ട് കേട്ടോ, അതാണ്. അപ്പം സ്കെയിലിനെ കുറിച്ച് പറയുമ്പം എത്ര ടൈപ്പ് സ്കെയിൽ ഉണ്ട്? നിങ്ങൾ ടൈപ്പിംഗ് ഒക്കെ പഠിച്ചവരല്ലേ, നിങ്ങൾക്ക് തന്നെ ഏകദേശം ഈ എക്സാമിനൊന്നും പഠിക്കുന്നതിന് മുന്നേ തന്നെ ക്ലാസ്സുകളിൽ പോകുമ്പോൾ പറയാലോ, ടീച്ചേഴ്സ് ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങളിലൊന്നായിരിക്കും
എത്ര സ്കെയിൽ ഉണ്ട് എന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും, 2-3 അപ്പോൾ എത്ര സ്കെയിൽ ഉണ്ട്? ടൈപ്പ് റൈറ്ററിൽ മൊത്തം 4 സ്കെയിലാണുള്ളത്. എത്ര സ്കെയിലാണ്? 4 സ്കെയിലാണ് ഉള്ളത്. ഏതൊക്കെ സ്കെയിലാ? ഒന്ന് നമുക്ക് ഫെമിലിയർ ആയ സ്കെയിലാണ് കാരേജ് സ്കെയിൽ. ഏതാണ്? കാരേജ് സ്കെയിൽ. കാരേജ് എവിടെ പോയാലും വിടൂല കേട്ടോ, എല്ലാത്തിലും ഞങ്ങളുണ്ടാവും. ഫസ്റ്റ് ഏതാണ്? കാരേജ് സ്കെയിൽ. രണ്ടാമത്തെ സ്കെയിൽ ഏതാണ്? പോരട്ടെ, ഒന്ന് കാരേജ് സ്കെയിൽ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് കാരേജ് സ്കെയിൽ പറഞ്ഞു, ഇനി വേറെ ഏതേ സ്കെയിൽ ഉണ്ടോ കാരേജ് സ്കെയിൽ അല്ലാതെ? ആലോചനയിൽ ഏതെങ്കിലും വരുന്നുണ്ടോ? രണ്ടാമത്തെ സ്കെയിലാണ് ഏത്? മാർജിനൽ സ്കെയിൽ. രണ്ടാമത്തേതാണ് മാർജിനൽ സ്കെയിൽ. ഇനി മൂന്നാമത്തേതോ? ഒരു സ്കെയിൽ പറഞ്ഞു, കാരേജ് സ്കെയിൽ പറഞ്ഞു, പിന്നെ ഒന്ന് മാർജിനൽ സ്കെയിൽ പറഞ്ഞു. ഇനി ഏതാ ഒന്നുള്ളത്? അലൈൻമെന്റ് സ്കെയിൽ. ഏതാണ്? അലൈൻമെന്റ് സ്കെയിൽ. ഇനി നാലാമത്തെ സ്കെയിൽ ഏതാ? പേപ്പർ ബെയിൽ സ്കെയിൽ. ഏതാണ്? പേപ്പർ ബെയിൽ സ്കെയിൽ. Paper bale scale. So there are 4 types of scale in typewriters. 4 ടൈപ്പ് സ്കെയിലുകളാണുള്ളത്. ഒന്ന് കാരേജ് സ്കെയിൽ, മാർജിനൽ സ്കെയിൽ, അലൈൻമെന്റ് സ്കെയിൽ, പേപ്പർ ബെയിൽ സ്കെയിൽ. ഇനി ഓരോന്നും എന്താന്ന് ചോദിക്കാം. ഞാൻ ഈ സ്കെയിൽസിന്റെ ഭാഗവും എടുത്തു പറയാൻ കാരണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചെറിയ ഭാഗങ്ങൾ അനുസരിച്ച് ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കരുത്, കാരണം അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ പൊതുവെ പഠിക്കുമ്പം ടൈപ്പ് റൈറ്റർ, സിലിണ്ടർ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നല്ല, അതിന്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ചെറിയ ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് റെഫർ ചെയ്ത് പഠിച്ചു പോകണം. അപ്പൊ ഫസ്റ്റ് കാരേജ് സ്കെയിൽ. കാരേജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എവിടെയിരിക്കും? പേര് പോലെ തന്നെ കാരേജ് സ്കെയിൽ എവിടെയിരിക്കും ഉണ്ടാവുക? കാരേജ് സ്കെയിൽ ഉണ്ടാവുക എങ്ങനെയാ? കാരേജില്ലേ, നമ്മളുടെ കാരേജിനെ കൃത്യമായി നിർത്താൻ, അതായത് കാരേജ് ഇത്ര ഇതിൽ പോകണം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര നേർരേഖയിൽ വരണം എന്നൊക്കെ ഉള്ളതിന് കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ആര്? കാരേജ് സ്കെയിൽ ഉപയോഗിക്കുക. അതേപോലെ തന്നെ മാർജിനൽ സ്റ്റോപ്പിനെയും ടാബുലേറ്റർ സ്റ്റോപ്പിനെയും നേരെയാക്കാനും കൂടെ ആരാണ് ഉപയോഗിക്കുക? കാരേജ് സ്കെയിലാണ് ഉപയോഗിക്കുക. സിംപിളി പറഞ്ഞാല് ടു ഫൈൻഡ് ഔട്ട് ദി പ്രിന്റിംഗ് പോയിന്റ്, എളുപ്പത്തിൽ അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദി പ്രിന്റിംഗ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? കാരേജ് സ്കെയിലാണ്. അപ്പം എക്സാമിന് അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, കാരേജ് സ്കെയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തേനി? ടു ഫൈൻഡ് ഔട്ട് ദി പ്രിന്റിംഗ് പോയിന്റ് എന്നാണ്. അതായത് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ആ പ്രിന്റിംഗ് പോയിന്റ് കൃത്യമായി ഫൈൻഡ് ഔട്ട് ചെയ്യുക എങ്ങനെയാ? ഈ കാരേജ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. സോ കാരേജ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരേജിനെ നേരെയാക്കാൻ അല്ലെ കാരേജിനെ കൃത്യമാക്കാൻ കൂടെ തന്നെ മാർജിനൽ സ്റ്റോപ്പിനെയും ടാബുലേറ്റർ സ്റ്റോപ്പിനെയും നേരെയാക്കാനും കൂടെ ആരുപയോഗിക്കും? കാരേജ് സ്കെയിൽ ഉപയോഗിക്കും. അത് മൂന്നും കൂടെ ഉൾപ്പെടുമ്പോൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? അല്ലെങ്കിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്ത് പറയാം? ടു ഫൈൻഡ് ഔട്ട് ദി പ്രിന്റിംഗ് പോയിന്റ് അല്ലെ, ഒരു കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തതിന്റെ പ്രിന്റിംഗ് പോയിന്റ് മനസ്സിലാക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? ഈ കാരേജ് സ്കെയിലാണ് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ അത് എഴുതാം ഇവിടെ. ടു ഫൈൻഡ് ഔട്ട് ദ പ്രിന്റിംഗ് പോയിന്റ് അല്ലേ? പ്രിന്റിംഗ് പോയിന്റ് നേതാ നിങ്ങൾ എന്താന്ന് വലിച്ചെഴുതണ്ടല്ലോ. ടു ഫൈൻഡ് ഔട്ട് ദ പ്രിന്റിംഗ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത്? കാരേജ് സ്കെയിൽ യൂസ് ചെയ്യുക. ഇനി മാർജിനൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മാർജിനൽ സ്കെയിൽ അത്ര കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, ഇത്ര ആലോചിച്ചാൽ മതി. പേപ്പറിന്റെ
അതായത് നമ്മൾ വെക്കുന്ന പേപ്പറിന്റെ ബാക്കിൽ കാണുന്ന ഒരു സ്കെയിലില്ലേ, പേപ്പറിന്റെ ബാക്ക് ഭാഗത്ത് കാണുന്ന സ്കെയിലാണ് ആര്? മാർജിനൽ സ്കെയിൽ. ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യനിൽ വന്നതും. മാർജിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ പേപ്പറിന്റെ ബാക്ക് ഭാഗത്ത് കാണുന്ന സ്കെയിലാണ് ഇത് മാർജിനൽ സ്കെയില്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഏതാ? അലൈൻമെന്റ് സ്കെയിൽ അറിയാലോ. അലൈൻമെന്റിന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അലൈൻമെന്റിന് ഉള്ളതാണ് എളുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൈൻമെന്റ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൈൻമെന്റിന് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ കൃത്യമായി പറഞ്ഞാൽ ഇൻസേർഷൻ ടൈപ്പിംഗിൽ അലൈൻമെന്റ് കൃത്യാക്കാൻ, ഇൻസേർഷൻ ടൈപ്പിംഗിൽ അലൈൻമെന്റ്, ഇൻസേർഷൻ ടൈപ്പിംഗിൽ ഇൻസേർഷൻ ടൈപ്പിംഗിൽ അലൈൻമെന്റ് കൃത്യാക്കാൻ ആരാണ് അലൈൻമെന്റ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ദെൻ ലാസ്റ്റത്തെ ഏതാണ്? പേപ്പർ ബെയിൽ സ്കെയിൽ. പേപ്പർ ബെയിൽ സ്കെയിൽ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, പേപ്പർ ബെയിൽ സ്കെയില് കൃത്യമായി പറഞ്ഞാല് എന്താണ്, നമ്മൾ പേപ്പറിന്റെ പേപ്പറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം അത് ഓരോന്ന് എത്ര ഡിഗ്രിക്ക് പോയി എന്ന് അറിയണ്ടേ. അപ്പം പേപ്പറിൽ ഒരു ടൈപ്പ് ചെയ്തത് എത്ര ഡിഗ്രിയിലാണെന്ന് മനസ്സിലാക്കാനാണ് എന്തുപയോഗിക്കുന്നത്? പേപ്പറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് എത്ര ഡിഗ്രിയിലാണെന്ന് മനസ്സിലാക്കാനാണ് ഇത് പേപ്പർ ബെയിൽ സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതില് എത്ര ടൈപ്പ് സ്കെയിൽസ് ഉണ്ട്, അതേപോലെ കാരേജ് സ്കെയില് എന്തിനാ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരു 2-3-4 തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ സ്കെയിൽസും അതേ ഇമ്പോർട്ടൻറ്റോട് കൂടി തന്നെ പഠിക്കണം. അപ്പൊ ഇത്രയും നമുക്ക് സ്കെയിൽസിനെ കുറിച്ച് പറയാനുള്ളൂ. കാര്യമായിട്ടുള്ള ടൈപ്പ് റൈറ്ററിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്തു. ഇനി നമുക്ക് ക്ലീനിങ് പാർട്ടൊക്കെ നോക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്നെടുത്ത റിബണിനെ കുറിച്ചും സ്കെയിലിനെ കുറിച്ചും ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്കൊന്ന് എല്ലാം ഒന്നൊന്നും കൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം അല്ലെ. ഞാൻ പറയുമ്പം റിവൈൻഡ് ചെയ്ത് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ ഓരോ പോയിന്റും എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് പറയണേ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? റിബൺ അല്ലേ. എന്താ റിബൺ? റിബൺ എങ്ങനെയാ ഉണ്ടാവുക? റിബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു റെക്ടാങ്കിൾ ഉള്ള ഒരു നീളമുള്ള ഒരു കോട്ടന്റെയോ സിൽക്ക് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ത്? റിബൺ അല്ലേ. ഇനി റിബണിന് എത്ര നീളം വരാം? ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുന്ന റിബൺസിന് എത്ര നീളം വരാം, എത്ര വീതി വരാം? നീളം നമുക്ക് എത്ര വരാം? 10 മീറ്റർ വരാം. വീതിയോ 13 മില്ലിമീറ്ററും ആവാം. അത് രണ്ടും ഇഞ്ച്, 13 മില്ലിമീറ്റർ ഇഞ്ചിലേക്ക് വരുമ്പോൾ 1/2 ഇഞ്ച് വരും. അതേപോലെ തന്നെ 10 മീറ്റർ യാർഡിലേക്ക്, അത് ചോദിച്ചത് കൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്, 12 യാർഡും വരും. ഇനി റിബണ് എത്ര ടൈപ്പ് റിബൺ ഉണ്ട്? കോപ്പിംഗ് റിബണും ഉണ്ട്, റെക്കോർഡ് റിബണും ഉണ്ട് അല്ലെ. അതിൽ റെക്കോർഡ് റിബൺ എന്തിനാണ് ഉപയോഗിക്കുക? കോപ്പിംഗ് പർപ്പസിനും. കോപ്പിംഗ് റിബൺ എന്തിനാണ് ഉപയോഗിക്കുക? കോപ്പിംഗ് റിബൺ ഉപയോഗിക്കുക ഓർഡിനറി പർപ്പസിനും. പിന്നെ നമ്മൾ മൂവ്മെന്റ് പറഞ്ഞു, റിബണിന്റെ മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ട്, അതേപോലെ വേറെ ഏത് മൂവ്മെന്റാ? ലെങ്ത് വൈസ് മൂവ്മെന്റ് ഉണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റും ഉണ്ട്. ഓരോ മൂവ്മെന്റും എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ റിബണിനെ ക്യാരി ചെയ്തിട്ടുള്ളത് എവിടെയാണ്? റിബൺ കാരിയറിലാണ്. റിബൺ കാരിയറിന്റെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു, ആ പേരൊന്ന് ആലോചിച്ച് വെക്കണേ എന്താന്നുള്ളത്. ഇനി റിബൺ കാരിയറിനെ എവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? ടൈപ്പ് ഗൈഡിന്റെ ബാക്കിലായിട്ടാണെന്ന് പറഞ്ഞു. ടൈപ്പ് ഗൈഡ് എവിടെയാ ഫിക്സ് ചെയ്തിട്ടുള്ളത്? സെഗ്മെന്റിന്റെ മുകളിലാണ്, ഓൺ ദ ടോപ്പ് ഓഫ് ദി സെഗ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റിബണിനെ കുറിച്ച് നമ്മൾ വേറെ എന്താ പറഞ്ഞേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റിബണിനെ കുറിച്ച് വേറെ എന്തൊക്കെ പറഞ്ഞു? റിബണിന്റെ മൂവ്മെന്റ് പറഞ്ഞു അല്ലെ. റിബൺ എങ്ങനെയാ വെച്ചാൽ, സിംപ്ലി റിബൺ മൂവ് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഒരു ലെറ്റർ പ്രസ് ചെയ്യും, ആ ലെറ്റർ ടൈപ്പ് ഫേസിൽ വന്നിട്ട് റിബണിന്റെ മുകളിൽ ടച്ച് ചെയ്യും. അപ്പൊ ആ ഇംപ്രഷൻ എന്തിൽ വരും? പേപ്പറിൽ വരും. ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് റിബൺ വരുന്നത്. അപ്പോൾ റിബൺ ഇങ്ങനെ ചുറ്റിയിട്ടുള്ളത് എവിടെയാണ് ശരിക്കും? റിബൺ ഇങ്ങനെ ചുറ്റിയിട്ടുള്ളത്, ചുറ്റി വെച്ചിട്ടുള്ളത് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ 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 ഇങ്ങനെയാക്കി ഇങ്ങനെ 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 ഇങ്ങനെയായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ റിബണിനെ ചുറ്റി വെച്ചിട്ടുള്ളത് എവിടെയാണ്? റിബണിനെ ചുറ്റി വെച്ചിട്ടുള്ളത് റിബൺ ഷാഫ്റ്റിലാണ്, സോറി റിബൺ സ്പൂളിലാണ്. റിബണിനെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളത് എവിടെയാണ്? റിബൺ സ്പൂളിലാണ് അല്ലെ. ഈ റിബൺ സ്പൂള് നിൽക്കുന്നത് എവിടെയാണ്?
മെയിൻ ഷാഫ്റ്റിലാണ്. അപ്പൊ റിബൺ എങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളത് എവിടെയാണ്? റിബൺ സ്പൂളിൽ അല്ലേ? ഈ റിബൺ സ്പൂള് എവിടെയാ നിൽക്കുന്നത്? ഈ റിബൺ സ്പൂൾ നിൽക്കുന്നത് എവിടെയാണ്? റിബൺ സ്പൂള് നിൽക്കുന്നത് മെയിൻ ഷാഫ്റ്റിലാണ്. എവിടെയാണ്? മെയിൻ ഷാഫ്റ്റിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ 2 ഷാഫ്റ്റ് ഉണ്ടെന്ന്, മെയിൻ ഷാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി മെയിൻ ഷാഫ്റ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? സ്പൂൾ ഷാഫ്റ്റ്. എന്താണ്? സ്പൂൾ ഷാഫ്റ്റ്. ഓക്കെ, അപ്പം 2 മെയിൻ ഷാഫ്റ്റുകളാണ് ഉള്ളത്. ഇനി നമ്മള് റിബണിന്റെ മൂവ്മെന്റും റിബൺ എവിടെയാ ചുറ്റി വെച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. പിന്നെ റിബണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് റിബണ് ഒരു കളറിലുള്ള റിബൺ മാത്രമാണോ ഉള്ളത്? അല്ല അല്ലെ, 2 കളറിലുള്ള റിബൺ ഉണ്ട് എന്ന് പറഞ്ഞു. 2 കളറിലുള്ള റിബൺ ഏതാ? നമ്മൾ പേരെന്താ പറയുന്നതിന്? ബൈ കളർ റിബൺ എന്ന് പറയുന്നുണ്ട്. ഇനി ബൈ കളർ റിബണിൽ സാധാരണ ഏതൊക്കെ കളറുകളാണ് ഉള്ളത്? റെഡും ബ്ലാക്കും. ഇനി റെഡിന്റെ പൊസിഷൻ എവിടെയാ റിബണില്? ഇതൊക്കെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എവിടെയാണ് റിബണില് റെഡിന്റെ പൊസിഷൻ? ബൈ കളർ റിബണില് റെഡ് കളറിന്റെ പൊസിഷൻ എവിടെയാണ്? ബോട്ടം ഓഫ് ദി റിബൺ അല്ലെ? റിബണിന്റെ ഏറ്റവും താഴെയായിട്ടാണ് വരിക. ഇനി നമ്മൾ ഈ ബൈ കളർ റിബൺ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഇംപ്രഷനിൽ തന്നെ 2 കളർ വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? ബ്ലീഡിങ്. അതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ബ്ലീഡിങ് എന്താണെന്ന് പറഞ്ഞു, റിബണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? ഇനി നമ്മൾ എന്ത് പറഞ്ഞു? പിന്നെ സ്കെയിലിലേക്കല്ലേ പിന്നെ പോയത് അല്ലെ? എത്ര ടൈപ്പ് സ്കെയിലുകൾ ഉണ്ട്? 4 ടൈപ്പ് സ്കെയിലുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ കൂടെ തന്നെ പറഞ്ഞു പോണം കേട്ടോ, റിവൈൻഡ് ചെയ്ത് പോകുമ്പോ. ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ്? കാരേജ് സ്കെയിൽ ഉണ്ട്, അലൈൻമെന്റ് സ്കെയിൽ ഉണ്ട്, പിന്നെ പോരട്ടെ, പിന്നെ ഏതാ? കാരേജ് സ്കെയിൽ പറഞ്ഞു, അലൈൻമെന്റ് സ്കെയിൽ പറഞ്ഞു, പിന്നെ അടുത്ത് പേപ്പർ ബെയിൽ സ്കെയില്, പിന്നെ വേറെ ഒരു സ്കെയിലും കൂടെ, മാർജിനൽ സ്കെയിൽ അല്ലെ? കാരേജ് സ്കെയിൽ എന്തിനാണ് യൂസ് ചെയ്യുക? കാരേജ് നേരെ നിർത്താൻ അല്ലെ, നേരെയാക്കാൻ, അല്ലെങ്കിൽ എന്താണ് മാർജിനൽ സ്റ്റോപ്പിനെയും അതേപോലെ ടാബുലേറ്റർ സ്റ്റോപ്പിനെയും ഒക്കെ നേരെയാക്കാൻ. സിംപ്ലി പറഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് ദി പ്രിന്റിംഗ് പോയിന്റ് അല്ലെ? ഇനി മാർജിനൽ സ്കെയിൽ എവിടെയാ ഉണ്ടാവുക? പേപ്പറിന്റെ ബാക്കിൽ അല്ലെ? ഇനി പേപ്പർ ബെയിൽ സ്കെയിൽ എന്തിനാണ്? നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ട് ആ പേപ്പറിൽ ടൈപ്പ് ചെയ്തതിന്റെ ഡിഗ്രി അറിയാൻ വേണ്ടിയിട്ട് അല്ലെ? കാരേജിൽ വെച്ച് നമ്മൾ ഡിഗ്രി പറയുന്നില്ലേ? ഫോൾസ് ക്യാപ്പ്, അതേപോലെ എക്സ് മാനിഫെസ്റ്റ് എന്നൊക്കെ. അപ്പൊ അങ്ങനെ കൃത്യമായി ഡിഗ്രീസ് കൊടുത്തിട്ടുണ്ടാവില്ലേ ഓരോന്നിലും? അപ്പൊ ആ കൃത്യമായ ഡിഗ്രി ആ പേപ്പറിൽ വരില്ലേ? നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലോ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത്ര ഡിഗ്രിയിൽ വെച്ച് ചെയ്യാൻ, ഇത്ര ഡിഗ്രിയിൽ വെച്ച് ചെയ്യാനൊക്കെ അല്ലേ? അപ്പൊ ആ ഓരോ പേപ്പറിലും ഓരോ ഇതിന്റെയും എന്താണ് കൃത്യമായിട്ടുള്ള ഡിഗ്രീസ് അറിയാനാണ് ഏത് ഉപയോഗിക്കുക? പേപ്പർ ബെയിൽ സ്കെയിൽ ഉപയോഗിക്കുക. പിന്നെ ഏത് സ്കെയിലാ ഉള്ളത്? മാർജിനൽ സ്കെയിൽ പറഞ്ഞു, പേപ്പർ ബെയിൽ സ്കെയിൽ പറഞ്ഞു, കാരേജ് സ്കെയിൽ പറഞ്ഞു, പിന്നെ ഏതാ? അലൈൻമെന്റ് സ്കെയിൽ. അലൈൻമെന്റ് സ്കെയിൽ എന്താ? ഇൻസേർഷൻ പ്രിന്റിങ്ങിലൊക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന അലൈൻമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? അലൈൻമെന്റ് സ്കെയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈപ്പ് റൈറ്ററിൽ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ടൈപ്പ് റൈറ്ററിന്റെ അവസാന ചില ഭാഗങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യും. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്